ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ചിറ്റൂർ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിനു നേരെ ആക്രമണം. പെരുവെമ്പ് വാഴക്കോട് വെച്ചാണ് സംഭവം. ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനം വാഹനത്തിൽ നിന്നും കേൾപ്പിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ആക്ഷേപം. അതുപോലെ തന്നെ രണ്ടാമത്തെ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ നാലാമതാണ് ജനകീയ നായകനായ അവർക്ക് ഏറെ ആശ്വാസമാകുന്ന, ഏറെ ഗുണപ്രദമാകുന്ന പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ പദ്ധതിയാണ് 60 വയസ്സ് പൂർത്തീകരിച്ച മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിന് മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ്. അച്ഛനുമായി വൈകാരികമായി അച്ഛൻ 20 കൊല്ലം MLA ആയിരുന്നെങ്കിലും ഈ വേർഗോലിൽ നൽകിയ ആവേശജനമായ സ്വീകരണത്തിന് പുൽപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിപ്പിക്കുകയാണ്. மற்ற ஜனங்களுடைய கவனத்திற்கு ஈட்டக்குடங்களை அவரவர் வாங்கிக் கொள்ளும்படி அவரவர் வந்து இங்கே வாங்கிக் கொள்ளும்படி கேட்டுக்கொள்ளுங்கள். மக்களின் கவனத்திற்கு ഈ നെൽകർഷകരുടെ ഒന്ന് കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ ഒന്ന് നെല്ല് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മന്ത്രിസഭയിൽ പറയണ്ട, പിണറായി വിജയൻ കണ്ട മുട്ട വയ്ക്കും. ഇവിടെ ഏതെങ്കിലും യോഗത്തിന് വരുമ്പോൾ കർഷകരുടെ യോഗത്തിന് തടയണം. ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടില്ല. 4 കൊല്ലമായി ഉദ്ഘാടനം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരഡി ഗാനം പ്രചരണ വാഹനത്തിൽ വെച്ചതിനെതിരെ വണ്ടി തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ചൂട് പകർന്ന പാരഡി ഗാനമായിരുന്നു ഇത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കുമായി പലവിധ പാരഡി ഗാനങ്ങൾ പുറത്തിറങ്ങാറുണ്ടെങ്കിലും കോടതി കയറിയ ഗാനമാണ് പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം. ഭയപ്പെട്ട പ്രചരണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പെരുവെമ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ വാഹനത്തിലെ ജീവനക്കാരനായ മോഹന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ചികിത്സ നൽകി. അപ്പു, തുളസിദാസ്, സതീഷ്, പ്രവീൺ എന്നിവർക്കെതിരെ പുതുനഗരം പോലീസ് കേസെടുത്തു. ഇന്ന് വൈകുന്നേരം 5:30 നമ്മുടെ പ്രചരണ വാഹനമായ ടാറ്റോ സുമോ വാഴക്കോട് പ്രദേശത്ത് പോയപ്പോഴാണ് അവിടെ അവരുടെ പൊതുയോഗം എന്തോ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ സ്ഥാനാർത്ഥിയൊന്നും വന്നിട്ടില്ല. അതിൻ്റെ പരിസരത്ത് നമ്മുടെ വാഹനം പോയപ്പോഴാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പാട്ട് ആ വാഹനത്തിൽ പാടിയത്. അത് കേട്ടപ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പരിഭ്രാന്തിയായി വിറളി പൂണ്ട് പരാജയ ഭീതി മണത്തിട്ടാണോ എന്നറിയില്ല, ആ വാഹനത്തിന് അവിടെ നിർത്താതെ ആട്ടി ഓടിക്കുകയും അത് കുറച്ച് ദൂരം വന്ന് ഒരു 1/2 കിലോമീറ്റർ വന്ന സമയത്ത് ആ CPMൻ്റെ പ്രവർത്തകർ ആ വാഹനത്തെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. അവന് ചെവിക്കല്ലിൽ നല്ല പരുക്കുണ്ട്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോകാനാണ്. അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. പൂനേരം സ്റ്റേഷനിൽ ഈ തല്ലിയ ആളുകൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പരാജയ ഭീതി മണത്ത ഈ ആളുകൾ അവിടെ പ്രചരണം പെരുവെമ്പ് ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രചരണം നടത്താൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അത് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ വിവരം ധരിപ്പിക്കുകയും അടുത്ത നടപടികൾ പോലീസ് അതിൻ്റെ ക്രമാതീതമായ നടപടിക്രമങ്ങൾ പാലിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടെ ടൈം കിഡ്സ് പ്രീ സ്കൂൾ മാന്നന്നൂർ റോഡ് വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.